അപ്പോൾ മാങ്ങ കറക്റ്റ് ആക്കിയിട്ട് ഒരു ദം അടിക്കുന്ന മാതിരി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് മറിനേറ്റ് ചെയ്ത മാംഗോ ഉണ്ട്, മസാല എല്ലാം ഉണ്ട്, കായൊക്കെ ഇട്ടിട്ട് സ്ലോ കുക്കിൽ കുറച്ച് ദം. കാരണം ഇത് ആ ഒരു ബൈറ്റ് ഓവർ കുക്കും വേണ്ട, കാരണം അണ്ടർ കുക്കും അല്ല, ഒരു സോഫ്റ്റ് ആവും ഈ ഒരു ദമ്മിൽ. ഗ്രീൻ ചില്ലീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കുകയാണ്. ഇനി ഇതിന്റെ ഫിനിഷ് എന്ന് വെച്ചാൽ നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ തൈര് ആണ് ചേർക്കുക. അപ്പോൾ ഈ തൈര് ചേർത്ത മാങ്ങ തൈരിനകത്ത് നെല്ലിക്കയുണ്ട്, പച്ചമാങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, പൊടിക്ക് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കടുക്, വത്തൽമുളക്. നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ഷെഫ് ആവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി? ഞാൻ ഒരു ഷെഫ് ആവണമെന്ന് പറഞ്ഞ് വന്ന ആളല്ല. ചെറിയ വയസ്സിൽ ചെറിയ പ്രായത്തിൽ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അപ്പം കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ പറ്റാഞ്ഞിട്ടൊരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു 16 year old. Then I started as a waiter in a nearby restaurant in my town. ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഒരു 30 years ago. അപ്പോൾ അവിടുന്ന് വെയിറ്ററായിട്ട് തുടങ്ങി, ക്ലീനിങ് ബോയ്, വെയിറ്റർ, അവിടുത്തെ ഒരു ഷെഫിനെ അസിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് 30 years ആയിട്ട് ഇപ്പോൾ ഒരു ഷെഫായിട്ട് മാറിയത്. நீங்க தான் ரியல் ஹீரோ. നല്ല ഒരു എക്സ്പീരിയൻസ് അല്ലേ? യെസ്, ഭയങ്കര. നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി ഇപ്പൊ ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലേ, ഐ എം ആക്ച്വലി നീലഗിരിയും താഴ്വാരവും കൗരവരും കണ്ടൊരു ഫാനാണ്. അപ്പം ഞാൻ അന്ന് ഒരിക്കലും ആലോചിച്ചിട്ടില്ല, അന്നൊക്കെ നമ്മുടെ മുമ്പിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആ താരങ്ങളെയൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ നാനയിലും മറ്റേ അന്ന് ടി വി അത്രയും വരില്ലല്ലോ. അപ്പോൾ ഈ നാനയിലൊക്കെ വായിക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഈ ഭക്ഷണം കൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ലാലേട്ടൻ എത്ര തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അതുപോലെ മമ്മൂക്കെ നമുക്ക് ഒരുപാട് തവണ ഭക്ഷണം കൊണ്ട് ഇവരെയൊക്കെ കാണാൻ പറ്റിയോണ്ട് ഐ എം സോ ബ്ലെസ്ഡ്. ആ നേരത്തെ അഞ്ജു പറഞ്ഞ പോലെ നമ്മളും അതിനകത്ത് ഭയങ്കരമായ ബ്ലെസ്ഡ് ആണ്. തൈര് കുറച്ചൊന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ സൈഡിൽ ഇതേ ഒരല്പം ഇതിന്റെ ഒരു ജസ്റ്റ് അവിടെ സ്റ്റീം ആവുന്നതിന്റെ ഒരല്പം വെള്ളം എല്ലായിടത്തും ഒന്ന് കൊടുക്കണം. അപ്പൊ ആ സ്റ്റീം കറക്റ്റ് ആയിട്ടൊന്ന് വരും. എന്റെ അമ്മാവും അപ്പാവും നല്ല കുക്ക്. ഓക്കെ, ആൻഡ് ഫോർ യു ഇഫ് യു റേറ്റ് 1 to 10, ഓക്കെ, ദ ബെസ്റ്റ് ഷെഫ് ലൈക്ക് ഇപ്പൊ നമ്മളൊക്കെ ഒരു 7 അല്ല 8, 9 ആയിരിക്കും. അഞ്ജുവിനെ എവിടെ റേറ്റ് ചെയ്യും കുക്കിങ്ങിൽ? അമ്മേനെ എത്ര റേറ്റ് ചെയ്യും? അമ്മ ഫസ്റ്റ് അല്ല, ഈ 1 to 10 അപ്പൊ 10. അപ്പൊ അഞ്ജു 1. ഓക്കെ, യെസ്. ഇനി തൈര് ചേർക്കുന്നുണ്ട്, അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ സൈഡിൽ ഓഫ് ചെയ്തു. ആ ഹീറ്റിലേക്ക് എന്ത് സ്റ്റീമായിട്ട് കാണാൻ രസമല്ലേ? ഇനി ഇതിന്റെ ഒരു ഫുൾ കളർ ഇപ്പൊ ഇതിനകത്ത് ആ ഓയിലിനകത്ത് ആ ചില്ലി മറ്റ് ആ സ്പൈസസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് ഓൾറെഡി ആ ദമ്മിനകത്ത് ഉള്ളിൽ റോസ്റ്റ് ചില്ലി, കറി ലീവ്സിന്റെ എല്ലാം ഫ്ലേവർ ഇൻഫ്യൂസ് ആയി. അപ്പൊ ഇത് തൈരിനകത്തോട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മാങ്ങ, നെല്ലിക്ക, തൈര്, അത് ഓണത്തിനായാലും കല്യാണത്തിനൊക്കെ ആയാലും ഇത് നല്ല രസമായിട്ട് വരും.